ത്തിലേക്ക് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ച് കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യുവാവിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തമിഴ്നാട് സ്വദേശിയായ യുവാവ് തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വന്യജീവി സങ്കേതത്തിലെ സഫാരി വാഹനത്തിലുണ്ടായ വിനോദസഞ്ചാരികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആന പിന്തിരിയുകയായിരുന്നു. They're disturbing them. My goodness. They would have been killed. It's chasing him. സുർജിത്ത് അയ്യപ്പത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്നും. സുർജിത്ത്, ഈ ദൃശ്യങ്ങൾ അത് പേടിപ്പെടുത്തുന്നതാണ്. കാരണം ഈ രീതിയിൽ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കാട്ടാനയായ ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഈ രീതിയിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ അനുവാദമുള്ള മേഖലയാണോ? തീർച്ചയായും അല്ല പ്രജിൻ. ഒരു തരത്തിലും അനുവാദമില്ലാത്ത മേഖലയാണിത്. അതായത് ഈ ബന്ദിപ്പൂരിലെത്തുന്ന പ്രധാനപ്പെട്ട പാതയാണ്, അന്തർ സംസ്ഥാന പാതയാണിത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കർണാടകയിലേക്കുള്ള പാതയാണ്. ആ പാതയിൽ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഒരു തരത്തിലുള്ള അനുമതിയുമില്ല എന്ന് മാത്രമല്ല, വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ബോർഡുകളടക്കം ആ മേഖലയിലെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്യജീവികൾ വിഹരിക്കുന്ന പ്രദേശമാണ്. മാനുകളും കാട്ടുപോത്തും അതോടൊപ്പം തന്നെ ആനയും കടുവ വരെ ഉള്ള മേഖലയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു തരത്തിലും വന്യമൃഗങ്ങൾക്ക് ആലോചന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രതികരണം ആരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ള നിർദ്ദേശമുള്ളതാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേർ, അതിൽ ഒരാളാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്, കാറിൽ നിന്നും ഇറങ്ങി. ഇതിനുശേഷം ഈ ആനയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിനെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കാനാണ് ശ്രമിച്ചത്. ഉടൻ തന്നെ പൊടുന്നനെ ആന തിരിഞ്ഞ് ഇയാളെ ഓടിക്കുകയായിരുന്നു. 10 മീറ്ററോളം ഇയാൾ ഓടി വേഗം റോഡിലേക്ക് എത്തി. ഇതിനിടയിൽ 2 സഫാരി വാഹനങ്ങൾ എത്തി എന്നുള്ളതാണ് ഇയാൾ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. 2 സഫാരി വാഹനങ്ങളും ഒപ്പം തന്നെ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന വാഹനവും അവിടെ ഉണ്ടായിരുന്നു. ആ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വാഹനമാണ്, സഫാരി വാഹനമാണ്. 2 വാഹനങ്ങളിൽ എത്തിയ ആളുകൾ, അതായത് അവർ ബഹളം വെച്ചോടെയാണ് ആന പിന്തിരിയാൻ പ്രധാനപ്പെട്ട കാരണം. പെട്ടെന്ന് പൊടുന്ന ആന നിൽക്കുകയായിരുന്നു. ഇതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഏതാണ്ട് റോഡിലേക്ക് ഉടൻ തന്നെ കയറി വന്ന ശേഷം ഇയാൾ കാറിൽ കയറുകയായിരുന്നു. ഇതിനിടയിൽ ഫോറസ്റ്റ് വിഭാഗം ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിഴ ഈടാക്കി. 4000 രൂപയാണ് ഇവരിൽ നിന്നുമായി പിഴ ഈടാക്കിയത്. ഇതിനുശേഷം താക്കീത് ചെയ്ത് ഇവർ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ജീവൻ പോലും അപായത്തിലാവുന്ന വിധത്തിലുള്ള പ്രതികരണം പല സഞ്ചാരികളുടെ ഭാഗത്തു നിന്നും ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു തരത്തിലും ഈ വന്യമൃഗങ്ങളെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തുകയോ ആ തരത്തിൽ വനത്തിലേക്ക് ഇറങ്ങുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രജിൻ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട് നിന്നും ഈ വിശദാംശങ്ങൾ നൽകിയത് ഈ വാർത്തയുടെ. സംസ്ഥാനത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനാ വിവാദത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തി എ ഗ്രൂപ്പ് നേതാക്കൾ. കേരളത്തിൽ ഗ്രൂപ്പ് നേരിടുന്ന അവഗണന ഉൾപ്പെടെ ധരിപ്പിച്ചു. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ഉമ്മൻചാണ്ടി കേട്ടുവെന്ന് ഗ്രൂപ്പ് നേതാക്കൾ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായില്ലെന്നതും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സലീം മാലിക് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തും. സലീം, ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിൽ ചികിത്സയിലാണ്. അവിടെ എത്തി ഉമ്മൻചാണ്ടിയെ കണ്ടു നേതാക്കൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇവർ പ്രധാനമായും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ? പ്രജിൻ, കേരളത്തിലെ ഗ്രൂപ്പുകളിൽ ഓരോരുത്തർക്കും ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ആ കാര്യങ്ങൾ എ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ നേതാവായി ഉമ്മൻചാണ്ടിയെ ധരിപ്പിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ബെന്നി ബെഹന്നാൻ, കെ സി ജോസഫ്, MM ഹസൻ എന്നിവർക്കുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയോടെ ഇവർ ബാംഗ്ലൂരിലെത്തിയത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുമായി ഏകദേശം 1 മണിക്കൂറിലധികം ഇവർ കൂടിക്കാഴ്ച നടത്തി കേരളത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും എ ഗ്രൂപ്പ് നേരിടുന്ന അവഗണനകളെക്കുറിച്ച് ചർച്ച ചെയ്തു. മാത്രമല്ല അതിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം അസുഖബാധിതനായിരിക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം തന്നെ ഉമ്മൻചാണ്ടി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പുതിയ തരത്തിലേക്ക് ഈ എ ഗ്രൂപ്പ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡിനെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തി കേരളത്തിലെ നേതൃത്വത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ രമേശ് ചെന്നിത്തലയും ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. താരിഖ് അൻവറിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ എ ഗ്രൂപ്പിൽ നിന്നും MM ഹസൻ ഉൾപ്പെടെയുള്ളവർ താരിഖ് അൻവറിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടും വലിയ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഹൈക്കമാൻഡ് ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല തങ്ങൾക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും പറയുന്നത്. അതിലും ഈ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡ് പരിധി വിട്ട് ഈ നിലവിലുള്ള നേതൃത്വത്തെ സഹായിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പിൽ സ്ഥാനാർത്ഥി സമവായം എത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയെ കണ്ട ശേഷം അതിൽ സമവായം എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ട് പേരുകളാണ് വലിയ തരത്തിൽ ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, JS അഖിൽ എന്നിവരുടേത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി പറമ്പിൽ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന പേര് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ വിഷയത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 14-ാം തീയതി വരെ മാത്രമാണ് നോമിനേഷൻ പ്രക്രിയയുള്ളത്. അതിനുള്ളിൽ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് കൂടി എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വെല്ലുവിളിയാണ്. പ്രജിൻ, ശരി, ഗ്രൂപ്പിന് അതീതമായി പുനഃസംഘടന ഉണ്ടാകും എന്നൊക്കെ നേതാക്കൾ അറിയിച്ചെങ്കിലും ഇപ്പോഴും ആ കാര്യത്തിൽ തർക്കമുണ്ട് ഗ്രൂപ്പുകൾക്ക് എന്നാണ് ഈ വാർത്ത നൽകുന്ന സൂചന. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്, കാലവർഷം എത്താൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുള്ളത്? ഏതൊക്കെ ജില്ലകളിലാണ് അലർട്ടുകൾ? പ്രജൻ, രണ്ട് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങൾ. ഒന്ന്, ഈ മധ്യകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ബിപോർജോയ് ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. വിവിധ ജില്ലകളിൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് തന്നെ 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് മറ്റന്നാൾ 4 ജില്ലകൾക്ക്, തെക്കൻ കേരളത്തിലെ 4 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉണ്ടാകും ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കൊണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, കാലവർഷമാണ്. സംസ്ഥാനത്ത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കാരണം ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് മധ്യകിഴക്കൻ അറബിക്കടലിൽ നിന്ന്. അപ്പോൾ ഇത് വടക്കോട്ടേക്ക് നീങ്ങുന്ന മുറയ്ക്ക് കൂടുതൽ കാലവർഷക്കാറ്റ് സംസ്ഥാനത്തിന് അനുകൂലമായി മാറും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കേരള തീരത്ത് തന്നെ, അറബിക്കടലിൽ കേരള തീരത്ത് തന്നെ കാലവർഷം എത്തിച്ചേരുന്നുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത്. വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ഇതിനോടകം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ അടിയന്തരമായി അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ കാലവർഷം കേരളത്തിൽ എത്തിയതായുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. മറ്റൊന്ന്, തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെൽക്കം ബാക്ക്. 24 റൗണ്ട് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. തിരുവനന്തപുരം അമ്പൂരി രാഖി കൊലപാതക കേസിൽ 3 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. പ്രതികളായ അഖിൽ, സഹോദരൻ രാഹുൽ, കൂട്ടുകാരൻ ആദർശ് എന്നിവരെയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ ഈ മാസം 9-ന് വിധിക്കും. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, 3 പ്രതികളും കുറ്റക്കാര് ആണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ അമ്പൂരി രാഖി കൊലപാതക കേസിൽ 2019 നടന്ന കൊലപാതകമാണ്. അതിനുശേഷം അത് വേറെ ചർച്ചയാവുകയും ചെയ്തതാണ്. പ്രണയിച്ചതിൻ്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെ അത് വാർത്തയാവുകയും ചെയ്തതാണ് ആ സമയത്ത്. അതിലിപ്പോൾ 3 പേരും പ്രതികളാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അതിൽ അഖിൽ, സഹോദരൻ രാഹുൽ, കൂട്ടുകാരൻ ആദർശ് എന്നിവരെയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, 3 പ്രതികൾ കുറ്റക്കാരാണ്. ഇവരുടെ വിധി 9-ാം തീയതി. വിവരങ്ങൾ. ഏറെ വിവാദമായ ഒരു കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 2019 ജൂണിലായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. സൈനികനായ അഖിലും കൊല്ലപ്പെട്ട രാഖിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. കൊച്ചിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് അഖിൽ ആരും അറിയാതെ രാഖിയെ വിവാഹം ചെയ്തു. ഇതിനിടെ മറ്റൊരു പെൺകുട്ടിയുമായി അഖിൽ അടുക്കുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹത്തിന് രാഖി തടസ്സം നിന്നതോടെയാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി രാഖിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ. ജൂൺ 21-നാണ് സഹോദരങ്ങളായ അഖിലും രാഹുലും ചേർന്ന് രാഖിയെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്നും കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. കാറിൽ വെച്ച് രാഖിയുടെ തർക്കത്തിനൊടുവിൽ രാഖിയുടെ കഴുത്ത് ഞെരിച്ച് അബോധാവസ്ഥയിലാക്കി. പിന്നീട് അമ്പൂരിയിലെ പണി നടക്കുന്ന രാഹുലിന്റെ വീട്ടിലെത്തിയത് ഒരാളൊഴിഞ്ഞ സ്ഥലമായിരുന്നു. സഹോദരങ്ങൾ ചേർന്ന് വീണ്ടും കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് രാഖിയുടെ മരണം ഉറപ്പാക്കി. തുടർന്ന് അയൽവാസിയായ ആദർശിന്റെ സഹായത്തോടെ
മുൻകൂട്ടി എടുത്ത കുഴിയിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. മൃതശരീരം നഗ്നയാക്കി ഉപ്പുകല്ലുകൾ വിതറി മണ്ണിട്ട് മൂടി തുടർന്ന് കമുക് തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. 94 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിചാരണാ ഘട്ടത്തിൽ വിസ്തരിച്ചത്. 92 തൊട്ടിമുതലുകളും 178 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തും. ആദിൽ, രമേശ് ചെന്നിത്തല കൂടി ഈ ഹർഷിനയുടെ സമരത്തിൽ ഇടപെടുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. എന്താണ് കത്തിലെ പ്രധാന ആവശ്യങ്ങൾ? പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറിനുള്ളിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രധാനമായും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്ന ആവശ്യങ്ങൾ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അനുവദിക്കണം. കേവലം 2 ലക്ഷം രൂപ മാത്രമാണ് മന്ത്രിസഭാ യോഗം ഹർഷിനയ്ക്ക് നഷ്ടപരിഹാരമായി ഇതിനോടകം അനുവദിച്ചിട്ടുള്ളത്. അത് മതിയാകില്ല. കുടുംബജീവിതം ഉൾപ്പെടെ ഹർഷിനയുടേത് താളം തെറ്റിയിട്ടുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മരണം വരെ അനുഭവിക്കേണ്ട ചില ബുദ്ധിമുട്ടുകൾ ഹർഷിനയ്ക്ക് ഈ സംഭവത്തിലൂടെ ഈ കത്രിക വയറിനുള്ളിൽ കുടുങ്ങിയതോടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായൊരു നഷ്ടപരിഹാരം അനുവദിക്കണം. ഒപ്പം തന്നെ ഈ അന്വേഷണം നടത്തി ആഭ്യന്തര അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രഹസനമായി മാറുന്ന ഒരു കാര്യമാണ് നിലവിലുള്ളത് എന്ന വിമർശനം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നു. കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഒരു ബാധ്യത സർക്കാർ ഏറ്റെടുത്ത് എത്രയും വേഗം അത് പൂർത്തീകരിക്കണമെന്ന ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നിൽ വയ്ക്കുന്നു. ഹർഷിനയ്ക്ക് സമ്പൂർണ്ണമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പ്രജിൻ. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കാല യാത്രകളിൽ നനയാതിരിക്കുന്നതിനൊപ്പം സുരക്ഷയും ഉറപ്പാക്കാൻ പിക്സൽ റെയിൻകോട്ട് അവതരിപ്പിച്ച് പോപ്പി. LED മെസ്സേജ് സ്ട്രിപ്പാണ് പിക്സൽ റെയിൻകോട്ടിന്റെ പ്രത്യേകത. റെയിൻകോട്ടിന് പിന്നിൽ ഘടിപ്പിച്ചിട്ടുള്ള LED സ്ട്രിപ്പിൽ ട്രാഫിക് സിഗ്നൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും. IP55 വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കേഷൻ, സ്ട്രെച്ചബിളായ കീറാത്ത മെറ്റീരിയൽ, ലീക്ക് പ്രൂഫ് സീലിംഗ്, ഓട്ടോ ലോക്കിംഗ് സിപ്പർ, സുഖകരമായി ധരിക്കാൻ കഴിയുന്ന ആകൃതി എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. കേരളത്തിലെ എല്ലാ അംഗീകൃത ഡീലർമാരിൽ നിന്നും പോപ്പി പിക്സൽ റെയിൻകോട്ട് ലഭ്യമാണ്. വയനാട് അമ്പലവയൽ പഞ്ചായത്തിലെ അടിവാരം, അമ്പലക്കുന്ന് പ്രദേശങ്ങൾ പുലി ഭീതിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 വളർത്തുനായ്ക്കളെ കൊന്ന പുലി 2 ദിവസമായി ജനവാസ കേന്ദ്രത്തിലുണ്ട്. രാത്രിയിൽ വലിയ ശബ്ദത്തിൽ പുലിയുടെ അലർച്ച കേട്ടതോടെ പുറത്തിറങ്ങാൻ ഭയന്നു കഴിയുകയാണ് പ്രദേശവാസികൾ. അമ്പലവയൽ പഞ്ചായത്തിലെ 19ാം വാർഡ് കളത്തുവയലിലാണ് കുറച്ചു ദിവസങ്ങളായി പുലിശല്യമുള്ളത്. അമ്പലക്കുന്ന്, അടിവാരം, കൂപ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പുലിയെ നേരിൽ കണ്ടിരുന്നു. ഒരാഴ്ചക്കിടെ 2 വളർത്തുനായ്ക്കളെ പുലി കൊന്നുതിന്നു. ഇന്നലെ രാത്രിയിൽ അടിവാരം ഓടവയൽ പാതയിൽ പുലി നടന്നു നീങ്ങുന്നത് നാട്ടുകാർ കണ്ടു. വീടിനോട് ചേർന്നുള്ള പാറപ്പുറത്തു നിന്ന് ഏറെ നേരം പുലിയുടെ അലർച്ച കേട്ടെന്ന് പ്രദേശവാസിയായ PM ജോർജ് പറഞ്ഞു. പുലിയാണോ കടുവയാണെന്ന് അറിയില്ല. എന്താ ശരി, ഇന്നലെ രാത്രി 2-3 മണിക്കൂർ നേരം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ കടുവയുടെ മുരങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഞായറാഴ്ച അമ്പലക്കുന്ന് ഭാഗത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ ഓടവയൽ ഭാഗത്ത് പുലിയെ കണ്ടതോടെ പുലരുവോളം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കഴിയുകയായിരുന്നു ജനങ്ങൾ. കുറേ ദിവസമായിട്ടുള്ള ജനങ്ങൾ പേടിച്ച് വർച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇതിലിങ്ങനെ നടന്നു പോകുമ്പോൾ രാവിലെ തൊഴിലുറപ്പിന് പോകും, മഴയും മഞ്ഞൊക്കെ തട്ടി തൊഴിലുറപ്പ് സഹോദരിമാരെല്ലാവരും ഉണ്ട്. ഇതെല്ലാത്തിനും ഇപ്പോൾ ഒരു പരിഹാരം കാണാൻ നമ്മളെ വനോദ്യോഗസ്ഥന്മാർ കഴിയും. അവരെ നമ്മൾ എങ്ങനെ സഹകരിക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വനപ്രദേശം അടുത്തെങ്ങുമില്ലാത്ത സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് ജനങ്ങൾ. കൃഷിപ്പണിക്കായി തോട്ടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രിയിൽ പ്രദേശം സന്ദർശിച്ചു. 24 വയനാട്. കുട്ടനാട്ടിൽ സംഭരിച്ച നെല്ലിന്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും കർഷക സംഘടനകളും നടത്തിയ മാർച്ചിൽ സംഘർഷവും ലാത്തിചാർജും. ആലപ്പുഴ മങ്കൊമ്പിൽ 2 മന്ത്രിമാർ പങ്കെടുത്ത താലൂക്ക് അദാലത്ത് വേദിയിലേക്കായിരുന്നു മാർച്ച്. നിരവധി പേർക്ക് പരുക്കേറ്റു. 4 മാസം കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം സർക്കാർ നൽകാത്തതിലും വിളനാശത്തിന്റെ നഷ്ടപരിഹാര തുക അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെയും കർഷക സംഘടനകളുടെയും മാർച്ച്.
മന്ത്രി പി പ്രസാദും സജി ചെറിയാനും പങ്കെടുത്ത അദാലത്ത് വേദിയിലേക്ക് പോകാൻ UDF ജനപ്രതിനിധികൾ ശ്രമിച്ചതാണ് സംഘർഷത്തിന് വഴിയൊരുക്കിയത്. തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള 6ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. 2 പോലീസുകാർക്കും പരിക്കേറ്റു. അരമണിക്കൂറിലേറെ പ്രവർത്തകർ AC റോഡ് ഉപരോധിച്ചു. കർഷകരെ തല്ലി തീർക്കുകയാണോ സംസ്ഥാന സർക്കാർ നയമെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. ശക്തമായ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടാകണം. കൃഷിക്കാരന്റെ നെല്ലിന്റെ വില കൊടുക്കാനുള്ള യുദ്ധകാല നടപടി ഉണ്ടാകണം. കോൺഗ്രസ് നടത്തുന്ന പോരാട്ടം അതിശക്തമായി തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയം വേണ്ട. പോലീസിനെ കൊണ്ട് തല്ലിയാളൊന്നും ഈ സമരം പിൻവലിച്ചവർ പോവില്ല. ഇതിനു പുറമെ മന്ത്രിമാരുടെ അദാലത്ത് വേദിക്ക് പുറത്ത് നെൽകർഷകരുടെ കൂട്ടായ്മ പിച്ചതണ്ടിയും പ്രതിഷേധിച്ചു. 24 ആലപ്പുഴ. അധ്യയന ദിവസങ്ങൾ വർദ്ധിപ്പിച്ചതിൽ അധ്യാപക സംഘടനകൾക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷത്തെ സ്കൂൾ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം 205 കുറച്ചു. ഏപ്രിൽ മാസത്തെ അധ്യയന ദിനങ്ങൾ ഒഴിവാക്കി. മാർച്ച് 31 തന്നെ മധ്യവേനലവധിക്കായി സ്കൂൾ അടയ്ക്കും. 2022-23 അധ്യയന വർഷം 202 അധ്യയന ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഈ വർഷം 210 ഉയർത്തിയിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ തീരുമാനം. ഏപ്രിൽ 5 വരെ പ്രവൃത്തി ദിവസങ്ങളാക്കിയും ഏപ്രിൽ 6 മധ്യവേനലവധി തുടങ്ങുകയും ചെയ്യുന്ന രീതിയിൽ അക്കാദമിക കലണ്ടറും പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇതിനെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും എതിർത്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന QAP അധ്യാപക സംഘടനകളുടെ യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. ഈ അക്കാദമിക വർഷത്തെ അധ്യയന ദിനങ്ങൾ 205 നിജപ്പെടുത്തി. ഏപ്രിൽ 1 മുതൽ 5 വരെയുള്ള തീയതികൾ മധ്യവേനലവധികളായി തുടരും. വേനലവധി ദിവസങ്ങൾക്ക് മാറ്റമില്ല. മുഴുവൻ ശനിയാഴ്ചകളും അധ്യയന ദിവസങ്ങളാണ് എന്ന പ്രചരണം ശരിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അധ്യയന വർഷത്തിലെ ആകെയുള്ള 52 ശനിയാഴ്ചകളിൽ 13 ശനിയാഴ്ചകൾ മാത്രമാണ് പ്രവൃത്തി ദിവസമായി നിശ്ചയിച്ചിട്ടുള്ളത്. ആഴ്ചയിൽ 5 ദിവസം അധ്യയന ദിനങ്ങൾ ലഭിക്കാത്ത ആഴ്ചകളിൽ ശനിയാഴ്ച പഠന ദിവസമാക്കിയിട്ടുണ്ട്. എന്നാൽ മാർച്ച് 16, 23 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അധ്യാപക സംഘടനകളുടെ ആവശ്യം. ഇത് പരിശോധിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. 24 റൗണ്ട് പൂർത്തിയാവുന്നു.